കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും ഉള്ള സന്തോഷം എന്ന് പറയുന്ന യേശുവിനെ പറയുന്നത്. കൃപയാൽ നമുക്ക് ആ ഭാഗ്യം അവൻ പ്രിയ ജയന്തവെന്ന് കർത്താവ് കൊടുത്ത് ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. അവൻ സ്തോത്രം ചെയ്യുന്ന സമയം പോയതുകൊണ്ട് അവൻ അടുത്ത ആഴ്ച അവൻ ആൻലി തന്റെ സാക്ഷ്യം പറയുന്നതായിരിക്കും. അവൻ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അവൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. കർത്താവ് നമ്മൾ പറയുന്നത് പോകുകയും സകല സൃഷ്ടിയോടും സുവിശേഷം. അവൻ സ്വന്തം ഇന്ന് രാത്രി നമ്മുടെ ഉത്തരവാദിത്വം അവൻ അതാണെന്ന് മറന്നു പോകരുത്. അതിനുവേണ്ടി സ്വയമായി കഴിയില്ല, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പോകണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു അവൻ സ്വന്തം വളരണമെങ്കിൽ ഒന്നാം നമുക്ക് വേണ്ടത് മുൻമഴയാ. ദൈവത്തോട് ചോദിക്കാം. അവൻ സ്വന്തം ചെയ്യുന്നു. ഓശയ പ്രവചനത്തില് അവൻ സ്വന്തം ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. അവൻ ഇപ്രകാരം ഓശയ പ്രവചനത്തിലെ വാക്യം ഇങ്ങനെ പറയുന്നു. ഓശയ 6:3 ഒന്ന് വായിച്ചാട്ട്. ഓശയ 6:3 അവൻ സ്വന്തം ചെയ്യുന്നു. അതുപോലെ യോവേൽ 2:23 പിന്നെ നമ്മൾ പാട്ട് പാടി അവൻ സ്വത്രാക്കി എടുത്ത് അവൻ അവസാനിപ്പിക്കുകയാണ്. അവൻ സ്വന്തം ചെയ്യും. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു. അവൻ മഴ പോലെ ഭൂമി എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു. പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അവൻ നമ്മുടെ അടുക്കൽ മഴയായി വന്ന് നമ്മെ നനയ്ക്കുന്ന ഒരു ദൈവം. കർത്താവ് അവൻ യെശയ്യാപ്രവാചകനിൽ കൂടി അവൻ യെശയ്യാപ്രവചനം 55 അധ്യായമാണെന്ന് വിചാരിക്കുന്നു. അതിന്റെ 10-11 വാക്യങ്ങളാണെന്ന് വിചാരിക്കുന്നു. അവൻ സ്വന്തം ദൈവം അയച്ച മഴയും മഞ്ഞും ഭൂമിയില് വിത്തുമൊക്കെ മുളപ്പിച്ച് വിളവൊക്കെ നൽകിയിട്ട് മടങ്ങി വരുന്നത് പോലെ എന്റെ വചനവും, ഞാൻ അയക്കുന്ന വചനം അതിന്റെ പ്രവൃത്തി തികയ്ക്കാൻ എന്ത് ചെയ്യത്തില്ല, മടങ്ങി വരത്തില്ല. അപ്പോൾ അവൻ മഴയും മഞ്ഞും എപ്പോഴും ഒരു വളർച്ചയ്ക്ക് മുഖാന്തരമാണെന്ന് ബൈബിൾ കാണുന്നു. യോവേൽ പ്രവചനം 2:23 വായിച്ചാട്ട്. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെങ്കിൽ സന്തോഷിപ്പിക്കും. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരും. തക്ക അളവായി. നമ്മളെ സ്ക്രീൻ ഒന്ന് കാണിക്കാമോ? നമ്മൾ കഴിഞ്ഞ മാസം ചിന്തിച്ചത് കെടാത്ത ബീജം, കേടില്ലാത്ത വിത്ത്, നിങ്ങൾ കണ്ടോണം. ഭൂമിയിൽ ദൈവത്തിന്റെ ഡിസൈനും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ ഡിസൈൻ. നിങ്ങളെ കാണുന്ന വിത്ത്, നിങ്ങളൊക്കെയും കൃഷിക്കാരാകാം. ആ വിത്തിനകത്ത് ജീവനുണ്ട്. പക്ഷെ ആ വിത്ത് ഉണക്കി വെക്കുന്നിടത്തോളം ജീവനുണ്ടെങ്കിലും അതിന് പുറത്തെന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. ബൈബിൾ പറയും ദൈവവചനം ജീവനും. പക്ഷെ ഒരു കാര്യം, ഇതിനകത്തെ ജീവൻ അനങ്ങണയില് ഒരു നനവുമാണ്. അത് തക്ക അളവായ മുൻമഴ ദൈവം ഈ വചനം വിത്തിനോട് ഉപയോഗിച്ചു. വചനം നമ്മുടെ ഹൃദയമാകുന്നത്. അതുകൊണ്ട് യേശു വിതയ്ക്കാൻ പുറപ്പെട്ടവന്റെ ഉപമ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? വിത്ത് വിതച്ചു. കെടാത്ത ബീജമായിരിക്കാം, ജീവനുള്ള സത്യവചനമായിരിക്കാം. പക്ഷെ അത് കിളിർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നനവ് കൊണ്ടുപോകും. അതുകൊണ്ട് മുൻമഴ വരുമ്പോൾ എന്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഭൂമിയെല്ലാം നനയ്ക്കും. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രവൃത്തിയാ ഉഴുതുമറിക്കണം. കാരണം ഈ നനഞ്ഞ് അകത്തേക്ക് ഇറങ്ങിയ വെള്ളം പെട്ടെന്ന് പോകരുത്. കാപ്പിലറി ആക്ഷൻ എന്നൊരു ആക്ഷൻ ഉണ്ട് ഫിസിക്സില്. ചെറിയ കിഴുത്തയാണെങ്കിൽ വെള്ളമല്ല അതുപോലെ മണ്ടക്കൊടി തെളിയുന്ന ആവിയായിട്ട് പോകും. അതുകൊണ്ടാണ് ഉഴുന്ന നിലം എന്തിനാ ഉഴുന്നെങ്കിൽ ഈ നനഞ്ഞ മണ്ണിലെ ഈർപ്പം പെട്ടെന്ന് പോകാതിരിക്കാനാണ് കൃഷിക്കാർ നിലം ഉഴുത്തുമറിക്കുന്നത്. എന്തിനാ? ആ വിടവ് കൂടാൻ, പിടിച്ച വെള്ളം പോകാതിരിക്കാൻ. ആ നനവിലേക്ക് നിരുത്തിടും. വിത്ത് വെറുതെ ഇരുന്നാൽ അത് ഒരു അനക്കമല്ല. വചനം പോലെ പവർഫുള്ളാ, ജീവനും ചൈതന്യവും ആകത്തുണ്ട്. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് പ്രോമിസസ് ആകുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടുണ്ട്. പണ്ട് വചനത്തിൽ കൂടി, പ്രസംഗത്തിൽ കൂടി കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ആരോഗ്യത്തിലുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ തലമുറയുള്ള ബന്ധത്തിൽ പ്രോമിസസ്, വാഗ്ദത്തങ്ങളാകുന്ന വചനമുണ്ട്. അത് കിളുക്കണ നനവാണ്. എനിക്കിന്ന് പറയാൻ സമയമില്ല. ആ നനവ് വരുമ്പോൾ അതിന്റെ പുറന്തോട് ഭേദിച്ച് ഈർപ്പം അതിനകത്തേക്ക് കടക്കും. അതിനെ ഇംബിബിഷൻ എന്ന് പറയും. ആ പ്രോസസ്സിന് സയൻസിൽ പറയുന്ന പേര് ഇംബിബിഷൻ. അതായത് നനവ് വന്നിട്ട് ഈ വിത്തിന്റെ പുറന്തോടുകൾക്കുള്ളിലുള്ള പൊറോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് വെള്ളം അകത്തേക്ക് കയറി സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് ഈ വിത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, എൻസൈംസ് ഒക്കെ ഉണ്ട്. ഈ വെള്ളം അങ്ങോട്ട് പോയിട്ട് അതിനെ വീർപ്പിച്ചിട്ട് അതിനകത്തോട് ഓസ്മോസിസ്, അത് കാപ്പിലറി റിയാക്ഷൻ, ആദ്യമായ പ്രവൃത്തികൾ കൂടി അതിനകത്തെ പ്രോട്ടീൻസും എൻസൈംസും ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു കാര്യത. ഇതൊക്കെ മർമ്മങ്ങളാണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾ ആത്മാവിൽ ഇറങ്ങി പഠിച്ചാൽ ജീവനാ എന്ന് നോക്കണം. ആദ്യം കിളിർക്കുന്ന വേരാന്ന് ഓർത്തണം. അതുകൊണ്ടാണ് ബൈബിൾ പൗലോസ് പറയുന്നത് അവനിൽ വേരൂന്നി വളരണം.
ഇന്ന് അനേകരെ പുറത്ത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല കുഞ്ഞെ. താഴെ അവനിലേക്ക് ഇറങ്ങണം. ആദ്യം മണ്ടക്കോട്ടല്ല പോകുന്നത്, എന്നിട്ട് വചനം ആ വെള്ളം വലിച്ച ആത്മനിറവ് അങ്ങോട്ട് പ്രാപിച്ചിട്ട് തീർപ്പ് തുടങ്ങും. പിന്നെ തണ്ട് വരും. പിന്നെ ഇത് പോകുന്ന എങ്ങോട്ടായിരിക്കണം എന്നറിയാം, നേരെ പോകണം. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന ഞാനിവിടെ പറഞ്ഞു നിർത്തുക, സമയത്ത് നമ്മൾ അടുത്ത ദിവസം അതുകൊണ്ട് വേറെ പ്രത്യേകം എന്ത് ചെയ്യുക, ആഴത്തിലേക്ക് ഇറങ്ങുക. നമ്മൾ ക്രിസ്ത്യ ജീവിതം ആരും കിളിർപ്പൊക്കെ ഉണ്ടാകുന്നത് ഈ വേറെ ആഴത്തിലോട്ട് ഇറങ്ങി അതിന് ബലം വരാത്തത് കൊണ്ട് ഏതാണ്ടൊക്കെയായി പോകുന്നു എന്നല്ലാതെ പ്രയോജനം ഉണ്ടാകുന്നില്ല. എന്ന് പകൽക്കാലം ഓർത്തോണം, ക്രിസ്തു നമ്മെ വിളിച്ചത് നല്ല വിത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫലം വ്യത്യസ്തമായിരിക്കും. അവൻ തക്ക വിത്തും നല്ല വിത്തുമാണെങ്കിൽ അത് കിളിർക്കണ ചുമ്മാ കേട്ടിട്ട് പോയ കാര്യമില്ല, പരിശുദ്ധാത്മാവിനെന്നാണ്. കർത്താവെ ഞങ്ങളെ നനയ്ക്കണം, ഞങ്ങളുടെ വാഗ്ദത്തം, ഞങ്ങളുടെ തലമുറകളോടുള്ള വാഗ്ദത്തം നനയ്ക്കണം. ഇന്നൊരു മഴയായിട്ടൊന്ന് കിളിർക്കണം ആ വിത്ത്, ഞങ്ങളോടുള്ള പ്രോമിസസ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എന്റെ തലമുറയുള്ള ബന്ധത്തിൽ തലമുറ ഭാവി ശൂന്യമായി കിടക്കുന്നെങ്കിൽ കർത്താവെ ആ വചനവും നനയ്ക്കണം, പരിശുദ്ധമായി നനയ്ക്കണം. ആ വിത്ത് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ അത് കിളിർക്കട്ടെ. എന്നിട്ട് അത് എവിടേക്ക് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ മുഖാന്തരമാകട്ടെ. സമയം പോയതുകൊണ്ട് നമുക്ക് അതിനുശേഷം നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കണം. ഇത് വളരുമ്പോൾ പരിശുദ്ധത്വം തന്നെ വരുമ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടാകും. ചില വ്യക്തികളെ എടുത്ത് പഠിക്കണം. ശൗലിനെ എടുത്ത് പഠിക്കണം. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ. നമുക്ക് നോക്കാം ആ മനുഷ്യൻ എന്തുണ്ടായി. അടുത്ത ആഴ്ച ചിന്തിക്കാൻ അവൻ സ്വന്തം അവൻ പൊക്കവും കഴിവും സൗന്ദര്യവും ഉണ്ടായതുകൊണ്ട് നീ പ്രയോജനപ്പെടണമെന്നില്ല. നിന്നിൽ പ്രയോജനം വരണമെങ്കിൽ ചില പ്രവൃത്തികൾ. നനവ്, മഴ. എന്നാൽ ആ മഴയൊക്കെ നിനക്ക് ദൈവം തരുമ്പോൾ നിന്നിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ കൂടി കർത്താവിൽ പഠിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു പാട്ട് പാടാം. പാട്ടുകാരൻ പറയും,